കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജനകീയ നേതാവായി അറിയപ്പെട്ടിരുന്ന ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം. വാർഷികാചരണത്തിന് കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം കോട്ടയത്തെത്തും. രാഹുൽ ഗാന്ധി വരുന്ന വേദിയിൽ എന്നോടൊപ്പം KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥുണ്ട്. ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ സ്മൃതിതരംഗം എന്ന പദ്ധതിയായി ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പാവങ്ങളോട് അത്രത്തോളം കരുണ കാണിച്ചിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുടെ പേരിൽ പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. PC വിശ്വനാഥ് അതേക്കുറിച്ച് നമ്മോട് പറയുന്നു. ശരിക്കും എന്താണ് പുതിയ പദ്ധതി? ഉമ്മൻചാണ്ടി സാറ് നടപ്പിലാക്കിയ ഒരുപാട് ജീവകാരുണ്യ സ്വഭാവമുള്ള ക്ഷേമ പദ്ധതികളിൽ ഒന്നായിരുന്നു ശ്രുതിതരംഗം. കേൾവിശക്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ വഴി കേൾവിശക്തി തിരിച്ചു കിട്ടുന്ന ഒരു പദ്ധതിയായിരുന്നു. തുടക്കത്തിൽ അധികം ആളുകൾ ഉണ്ടാകില്ല എന്ന് കരുതി ആരംഭിച്ചൊരു പദ്ധതിയിൽ 630 കുട്ടികൾക്കാണ് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേൾവിശക്തി തിരിച്ചു കിട്ടിയത്. ഒരുപാട് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായൊരു പദ്ധതിയാണ്. ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കുമ്പോൾ കേവലം പ്രഭാഷണങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും ഒന്നുണ്ടാകണം എന്ന ഒരു ചിന്തയാണ് KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് ശ്രുതിതരംഗത്തിൻ്റെ ഓർമ്മ കൂടി നിലനിർത്തുന്ന സ്മൃതിതരംഗം. ഇത് മറ്റേത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആയിരുന്നെങ്കിൽ ഇത് ബോൺ കണ്ടക്ഷൻ ഇംപ്ലാന്റ് എന്ന് പറയുന്നതാണ്. മധ്യകർണത്തിന് തകരാറ് മൂലം കേൾവിശക്തി നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ബോൺ കണ്ടക്ഷൻ ഇംപ്ലാന്റ് നല്ല ചിലവേറിയ ഒരു ഇംപ്ലാന്റാണ്. അത് നമ്മൾ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതിൽ അർഹതപ്പെട്ട ഏറ്റവും പാവപ്പെട്ട 3 കുടുംബങ്ങളിലെ 3 കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അതിൻ്റെ ചികിത്സാ രേഖകൾ മുഴുവൻ ഇവിടെ വെച്ച് രാഹുൽ ഗാന്ധി കൈമാറുകയാണ്. അതായത് കോക്ലിയർ ഇംപ്ലാന്റ് എന്നത് സർക്കാർ പദ്ധതിയായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അത് പാർട്ടി തന്നെ ഏറ്റെടുത്ത് പുതിയൊരു പദ്ധതിയായി ഉമ്മൻചാണ്ടിയുടെ പേരിൽ അവതരിപ്പിക്കും. തീർച്ചയായും ഒരുപക്ഷെ ഭാവിയിൽ വരുന്ന UDF ഗവൺമെന്റിന് വിപുലമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിക്ക് KPCC ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഈ സ്മൃതി തരംഗം വഴി. അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു വാഗ്ദാനമായി പോലും ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ സാധ്യതയുള്ള ഒരു വലിയ പദ്ധതിയായി ഇത് വികസിക്കാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടുമുണ്ട്. ഇപ്പം ഞാനത് പറയുന്നതിന് ആളല്ല, മാനിഫെസ്റ്റോയ്ക്കൊക്കെ കമ്മിറ്റി ഉണ്ടാകും. പക്ഷെ KPCCക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. വരാൻ പോകുന്ന UDF സർക്കാർ ശ്രുതി തരംഗത്തിൻ്റെ ഓർമ്മയിൽ സ്മൃതി തരംഗം ഇത് കൂടുതൽ ആളുകളിലേക്ക്, അർഹതപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും എത്തുന്ന രൂപത്തിൽ വിപുലമാക്കണം എന്നുള്ളത്. സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരുടെ ചരമവാർഷികം വലിയ ആചരണം പലപ്പോഴും നടത്താറുണ്ട് സംസ്ഥാനത്ത്. പക്ഷേ ഉമ്മൻചാണ്ടിയുടേത് വലിയ പരിപാടികളായി സംസ്ഥാനത്ത് പ്രാദേശിക തലം തൊട്ട് സംസ്ഥാന തലം വരെ വിവിധ പരിപാടികൾ. പക്ഷെ ഇതിലൊക്കെ ശ്രദ്ധേയമാകുന്നത് വലിയ ജനകീയ കാരുണ്യ പ്രവർത്തനങ്ങൾ. ഇവിടെ 12 വീടുകളാണ് ഇന്ന് കൈമാറുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉമ്മൻചാണ്ടിയുടെ പേരിൽ വലിയ കാരുണ്യ പദ്ധതികൾ ഇനിയും പ്രതീക്ഷിക്കാം ജനങ്ങൾക്ക്. കേരളത്തിൽ എവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചാലും ആ പരിപാടി നടത്തുന്നവർക്ക് ഒരു കാര്യം നിർബന്ധമാണ്: എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് അത് പൂർണ്ണമാവുക എന്നുള്ളതൊരു അതാണ് ഉമ്മൻചാണ്ടി. ഇപ്പോഴും ഒരു പ്രസംഗം കൊണ്ട് ആളുകൾക്ക് തൃപ്തി വരില്ല. ആരെങ്കിലും ഒന്ന് സഹായിക്കുന്ന ഒരു പദ്ധതി കൂടി ഉണ്ടാകുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം പൂർണ്ണമാകുന്നത്. അതായത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് 2 തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടി മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഈ കോൺഗ്രസിനെ. ഉറപ്പായിട്ടും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം കോൺഗ്രസിന് മാത്രമല്ല, മലയാളിയുടെ പൊതുജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധിയിലും ആദ്യം ഓർക്കുന്ന പേര് ഉമ്മൻചാണ്ടിയുടെ തന്നെയാണ്. വ്യക്തിപരമായ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടിയോട് ഏറെ അടുപ്പമുള്ള, ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകനാണ് PC വിശ്വനാഥ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിനെ അങ്ങനെ ഓർക്കേണ്ടി വരുന്നില്ല. കാരണം വിയോഗത്തിൽ ഓർക്കേണ്ടി വരുന്നില്ല. കാരണം നഷ്ടപ്പെട്ടു എന്നതിലപ്പുറത്തേക്ക് എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ഒരു ധൈര്യമാണ് എനിക്കുള്ളത്. സാറിൻ്റെ ഒരു ഭൗതിക സാന്നിധ്യം ഇല്ലെന്നുള്ളതേ ഉള്ളൂ. സാറിൻ്റെ ഒരു ആത്മീയ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. കാരുണ്യത്തിന്റെ പ്രവാഹം ഉമ്മൻചാണ്ടി. ആ കാരുണ്യത്തിന്റെ മനുഷ്യനെ ഓർക്കുന്ന സന്ദർഭത്തിലും പുതിയ കാരുണ്യ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ്. ഇന്നത് KPCC നേരിട്ട് പ്രഖ്യാപിക്കുന്നു. വീടുകൾ, കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതിയുടെ പുതിയ രൂപമായ സ്മൃതി തരംഗം ഉണ്ടാകുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ സ്മരണ നിലനിർത്തുന്നത് അദ്ദേഹം നടപ്പിലാക്കിയ പല പദ്ധതികളുടെ പുതിയ പദ്ധതികളാക്കിക്കൊണ്ടാണ്. കോട്ടയത്ത് നിന്നും യു ഷൈജു, മീഡിയ 1.